Look here. 1, 2 and 3. ഒരു കാർഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഒരേ ഒരു കാർഡ് മാത്രം. ആ കാർഡ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ദാറ്റ് കാർഡ് ഈസ്, ഞാൻ ഈ റബ്ബർ ബാൻഡ് അഴിക്കുന്നു. ആ കാർഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്ലാസ് മാറ്റുന്നു. ആൻഡ് ദാറ്റ് ഈസ് യുവർ കാർഡ്. അതാണ് മാജിക്. എങ്ങനെ നടുവിലെത്തി? അതാണ് മാജിക്. പെർഫെക്റ്റ്. ദിസ് യുവർ കാർഡ്. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ചീട്ടിൻ്റെ മാജിക് നിങ്ങൾ കണ്ടു അല്ലേ? TV ഫ്രെയിമിൻ്റെ മാജിക് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എ ലിറ്റിൽ ബ്രേക്ക് ഇൻ ലിറ്റിൽ സ്കോളർ. സോ വെൽക്കം ബാക്ക് ടു മലർവാടി ലിറ്റിൽ സ്കോളർ. കഴിഞ്ഞ സെഗ്മെന്റിലെ മാർക്കുകൾ അറിയേണ്ടതുണ്ട്. ആ മാർക്ക് എന്ന് പറയുന്നത് നോട്ടം എന്ന് പറയുന്ന വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ള മാർക്കുകളാണ്. അജീന, നിങ്ങൾക്ക് ഗ്രൂപ്പിന് മാർക്ക് കിട്ടിയിട്ടില്ല. ഒറിയോൺ, യു ഗോട്ട് 10 marks. സിയോസ്, നിങ്ങൾക്കും നിർഭാഗ്യവശാൽ മാർക്ക് കിട്ടിയിട്ടില്ല. കനോപ്പസ്, യു ഗോട്ട് 10 marks. ഇനിയുള്ള വിഭാഗം ചുറ്റുവട്ടം. ചുറ്റുവട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട, നാം അറിയുന്ന, നമ്മെ അറിയുന്ന സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. റെഡിയാണല്ലോ ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ട്? ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. ആ ഓപ്ഷൻ നിന്നാണ് നിങ്ങൾ ഉത്തരം തിരഞ്ഞെടുക്കേണ്ടത്. പാസിംഗ് ഇല്ല, നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. ഓക്കെ. സോ ആദ്യത്തെ ചോദ്യം വരുന്നത് അജീനയിലേക്കാണ്. ഹൈഡ്രോഫോബിയ എന്ന് അറിയപ്പെടുന്ന ഈ രോഗം രോഗബാധിതരായ മൃഗങ്ങളുടെ കടിയിലൂടെയാണ് മനുഷ്യരിൽ പകരുന്നത്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതിനാൽ വേദന നിറഞ്ഞ പേശികളുടെ ചുരുങ്ങൽ ഈ രോഗത്തിന്റെ ലക്ഷണമാണ്. ഏതാണ് ഈ രോഗം? എ ടൈഫോയിഡ്, ബി റാബിസ്, സി കോളറ, ഡി ന്യൂമോണിയ. റാബിസ്. പെർഫെക്റ്റ് ആൻസർ ആണ്. പെർഫെക്റ്റ്. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ഒറിയോൺ, ചോദ്യം കേൾക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ. ചോദ്യം ഇതാണ്. BH ഒരു മൂലകത്തിന്റെ ചുരുക്കെഴുത്താണ്. ആറ്റത്തിന്റെ ഘടന കണ്ടെത്തിയതിന്റെ പേരിൽ നോബൽ സമ്മാനം ലഭിച്ച ഒരു ശാസ്ത്രജ്ഞന്റെ പേരിലാണ് ഈ മൂലകം അറിയപ്പെടുന്നത്. ഏതാണ് ഈ മൂലകം? ഓപ്ഷൻസ് ഇതാണ്. ബോറോൺ, ബി ബെറീലിയം, സി ബോറിയം, ഡി ബാരിയം. സർ, ഓപ്ഷൻ സി ബോറിയം. ഓപ്ഷൻ സി ബോറിയം. സംശയമില്ലാതെ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. ഇനി ചോദ്യം നിങ്ങളിലേക്കാണ് വരുന്നത്, സിയൂസിലേക്കാണ് വരുന്നത്. ചോദ്യം ഇതാണ്. മനുഷ്യ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള കോശങ്ങളാണ്. ഉദാഹരണം നാഡീകോശം, പേശീകോശം, രക്തകോശങ്ങൾ തുടങ്ങി ധാരാളം കോശങ്ങൾ. കോശങ്ങൾ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? എ പ്രായവ്യത്യാസം കൊണ്ട്, ബി കഴിക്കുന്ന ഭക്ഷണത്തിന് അനുസരിച്ച്, സി അവ നിർവഹിക്കുന്ന ധർമ്മത്തിനനുസരിച്ച്, ഡി ആൺ പെൺ വ്യത്യാസം അനുസരിച്ച്. അവ നിർവഹിക്കുന്ന ധർമ്മത്തിനനുസരിച്ച്. അതാണ് കൃത്യം. ഇനി വീണ്ടും നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഒരു കുട്ടി ഒരു തടിക്കഷ്ണത്തിലേക്ക് ചുറ്റിക ഉപയോഗിച്ച് ആണി തറയ്ക്കുകയാണ്. പകുതിയോളം തടിക്കഷ്ണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അവനത് ഉയർത്തിപ്പിടിച്ചു. ആണി തടിയിൽ തന്നെ ഉറച്ചു നിന്നു. ഏത് പ്രതിഭാസമാണ് ഇതിന് സഹായിക്കുന്നത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ ഭൂഗുരുത്വം, ബി കാന്തിക പ്രഭാവം, സി ഫ്രിക്ഷൻ, ഡി ഭാരം. സി ഫ്രിക്ഷൻ. അതെ, ശരിയാ. ഉറപ്പാണ്. ശരിയാ, ശരിയാണ്. സി ഫ്രിക്ഷൻ. ഓക്കെ. ഇനി നിങ്ങളോടാണ് ചോദ്യം. അജീന. ഓക്കെ, ചോദ്യം ഇതാണ്. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എ മഗ്നീഷ്യം സൾഫേറ്റ്, ബി കാൽസ്യം സൾഫേറ്റ്, സി കാൽസ്യം ഓക്സൈഡ്, ഡി സിൽവർ അയഡൈഡ്. ഓപ്ഷൻ ഡി സിൽവർ അയഡൈഡ്. പെർഫെക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി സിൽവർ അയഡൈഡ് ആണ്. ശാസ്ത്രം തന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് നിറം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ നിറത്തോട് കൂടിയിട്ട് കൃത്രിമ മഴ പെയ്യും എന്നുള്ളതാണ്. എനിവേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നിങ്ങളോടാണ്, ഓറിയോണോടാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഒരു അക്വേറിയത്തിൽ വളർത്താൻ അനുയോജ്യമായ ചെടി ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഡാഫോഡിൽ, ഓപ്ഷൻ ബി സ്പൈറോഗൈറ,
ഓപ്ഷൻ സി സൈക്കസ്, ഓപ്ഷൻ ഡി ഐക്കോർണിയ. ഓപ്ഷൻ ബി സ്പൈറോഗൈറ. മോനെ തെറ്റാണ് ഉത്തരം. ഐക്കോർണിയയാണ് അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം സ്യൂസിനോടാണ്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണ പദാർത്ഥമാണ് അയഡിൻ ഒഴിച്ചാൽ കടുത്ത നീല നിറം ഉണ്ടാവുന്നത്? ഓപ്ഷൻസ്: എ തേൻ, ഓപ്ഷൻ ബി പാകം ചെയ്ത അരി, ഓപ്ഷൻ സി ഒലിവെണ്ണ, ഓപ്ഷൻ ഡി പാൽ. ഓപ്ഷൻ ബി പാകം ചെയ്ത അരി. ഓപ്ഷൻ ബി പാകം ചെയ്ത അരി. ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ അയഡിൻ? ആ അയഡിൻ ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ? സ്കൂളിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമാണ് ഉത്തരം. കാരണം അത്തരം പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും ബോധ്യപ്പെടുമ്പോഴാണ് ഒരിക്കലും മായാതെ നമ്മുടെ മനസ്സിൽ അത് അതുപോലെ നിൽക്കുന്നത്. അടുത്ത ചോദ്യം നിങ്ങൾക്കാണ്. അതും അവസാനത്തെ ചോദ്യമാണ് നിങ്ങളോടുള്ളത് ഈ വിഭാഗത്തിലെ. ചോദ്യം ഇതാണ്: ഇലകളിലെ ഈ സുഷിരങ്ങളിലൂടെയാണ് ചെടികൾ ശ്വസന പ്രക്രിയ നടത്തുന്നത്. ഏതാണ് ഈ സുഷിരങ്ങൾ? അതിൻ്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്, കേൾക്കണം. എ നാസാരന്ധ്രങ്ങൾ, ബി ആസ്യരന്ധ്രങ്ങൾ, സി ഗില്ലുകൾ, ഡി ലെൻഡസെല്ലുകൾ. ഓപ്ഷൻ ബി ആസ്യരന്ധ്രങ്ങൾ. കൃത്യമാണ്. ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്, ഇലകളിലെ ഈ സുഷിരങ്ങളിലൂടെയാണ് ചെടികൾ ശ്വസന പ്രക്രിയ നടത്തുന്നത്. ആസ്യരന്ധ്രങ്ങളാണ് കറക്റ്റ് ആൻസറാണ്. ഈ ചുറ്റുപാട് നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ? പ്രകൃതി നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രകൃതി വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നും നേരിട്ട് തരുന്നില്ല. പണ്ട് എന്നോട് അച്ഛൻ പറയുമായിരുന്നു, അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു, ഒരു സാധാരണ കന്നുകൂട്ടുകാരനായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, പണ്ടൊക്കെ കുട്ടിയെ, എന്നെ അച്ഛൻ മരിക്കുന്നവരെ കുട്ടിയെന്നാണ് വിളിച്ചിരുന്നത്, പണ്ടൊക്കെ കുട്ടിയെ ഈ നെൽച്ചെടിയിൽ ഉണ്ടാവുന്നത് അരിയായിരുന്നു. അപ്പോൾ ആരോ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ അരി ഒന്ന് മാറി ചോറാണെങ്കിൽ എത്ര ഈസി ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് അത് നെല്ലായി മാറി എന്നാണ് പറയുന്നത്. കാരണം അതെ. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, പ്രകൃതി നമുക്ക് വളരെ ഇത്തിരി നമ്മൾ കഷ്ടപ്പെടാതെ നമ്മൾ വെറുതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാര്യങ്ങൾ നേടാൻ സാധിക്കില്ല. മനോഹരമായൊരു കോട്ടുണ്ട്, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബുദ്ധി ചോദിച്ചു, എനിക്ക് പരിഹരിക്കാനായി ഒരുപാട് പ്രശ്നങ്ങളെ തന്നു. ഞാൻ അഭിവൃദ്ധി ചോദിച്ചു, എനിക്ക് സൽബുദ്ധി തന്നു. ഞാൻ ധൈര്യം ചോദിച്ചു, എനിക്കൊരുപാട് പ്രതിസന്ധികളെ തന്നു. ഞാൻ സ്നേഹം ചോദിച്ചു, എനിക്ക് വേദന അനുഭവിക്കുന്ന ഒരുപാട് സഹജീവികളെ തന്നു. മനസ്സിലായില്ലേ? ഞാൻ ബുദ്ധി ചോദിച്ച സമയത്ത് എന്താ തന്നത്? ഒരുപാട് പ്രശ്നങ്ങൾ തന്നു. കാരണം ബുദ്ധിപൂർവ്വം ആ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. ഞാൻ അഭിവൃദ്ധി ചോദിച്ചു, എന്താ തന്നത്? എനിക്ക് സൽബുദ്ധി തന്നു, എനിക്ക് ബുദ്ധി തന്നു. ആ അഭിവൃദ്ധി അതിലൂടെ സ്വന്തം ഉണ്ടാക്കിക്കൊള്ളണം എന്നുള്ളതാണ് പ്രകൃതിയുടെ നയം എന്ന് പറയുന്നത്. ഞാൻ ധൈര്യം ചോദിച്ചു, അപ്പം എന്ത് തന്നു? പ്രതിസന്ധികളെ തന്നു, എനിക്ക് പ്രതിസന്ധികളെ തന്നു. ചവിട്ടി തെറിപ്പിച്ച് പോകണം എന്ന് പറഞ്ഞു. ധൈര്യം നമ്മൾ സ്വയം എടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഞാൻ സ്നേഹം ചോദിച്ചു. ആ സ്നേഹം ചോദിച്ചപ്പോൾ എനിക്ക് തന്നത്, സ്നേഹിക്കുവാൻ വേണ്ടി ഒരുപാട് അവശത അനുഭവിക്കുന്ന സഹോദരങ്ങളെ അടുത്ത് നമുക്ക് തന്നു. അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ്, അവരുടെ കവിളിൽ ഉമ്മ കൊടുക്കുമ്പോഴാണ്, അവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്, അവരെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്, ഈ ലോകം തിരിച്ചറിയേണ്ടത്. എല്ലാ റൗണ്ടുകളും ചേർത്തതിന് ശേഷം ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മൊത്തം മാർക്കാണ് അനൗൺസ് ചെയ്യുന്നത്. അജീന, യു ഗോട്ട് ടോട്ടൽ 40 മാർക്സ്, 40 മാർക്ക്. ഓറിയോൺ, യു ഗോട്ട് 40 മാർക്സ്. സിയോസ്, യു ഗോട്ട് 30 മാർക്സ്. ഫെനോപ്പസ്, യു ഗോട്ട് 50 മാർക്സ്. അപ്പോൾ വളരെ സന്തോഷം, നിങ്ങൾ ആവേശപൂർവ്വം മാജിക് കണ്ടു അല്ലേ? നമ്മൾ വിസ്മയത്തിൻ്റെ ലോകത്തു കൂടി, നിങ്ങൾ ഒരുക്കിയ വിജ്ഞാനത്തിൻ്റെ ലോകത്തൂടെ ഞാനും കടന്നുപോയി. വിസ്മയവും വിജ്ഞാനവും കൈകോർക്കുന്ന നമ്മുടെ മലർവാടി ലിറ്റിൽ സ്കോളർ എന്ന് പറയുന്ന പരിപാടിക്ക് ഇന്ന് വിരാമമിടുകയാണ്. പുത്തൻ വിസ്മയങ്ങളും പുത്തൻ വിജ്ഞാനങ്ങളും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.